നമസ്കാരം, ഞാൻ നിയുക്ത പ്രവീൺ. ഭീകര ക്യാമ്പുകളിൽ ഇന്ത്യൻ സായുധ സേനയുടെ പ്രഹരം. അതെ, പാകിസ്ഥാന് വൻ തിരിച്ചടിയുമായി ഇന്ത്യ. പാകിസ്ഥാനെ വിറപ്പിച്ച് ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂർ. പഹൽഗാം ഭീകരാക്രമണത്തിന് 15ാം ദിനം പാകിസ്ഥാന് കനത്ത തിരിച്ചടി നൽകി ഇന്ത്യ. നമുക്ക് ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് കൂടുതൽ അറിയാം. ഓപ്പറേഷൻ സിന്ദൂർ എന്ന കര വ്യോമ നാവികസേന സംയുക്ത നീക്കത്തിലൂടെ പാകിസ്ഥാനിലെ 9 ഭീകര കേന്ദ്രങ്ങൾ തകർത്തു. ആക്രമണത്തിൽ 17 ഭീകരർ കൊല്ലപ്പെട്ടു, 80 പേർക്ക് പരിക്കേറ്റു. ഇതൊരു തുടക്കം മാത്രമാണ്, ഇന്ത്യയുടെ തിരിച്ചടിയുടെ തുടക്കം മാത്രം. മുറഡ്ഗയിലെ ലഷ്കർ ഭീകര കേന്ദ്രങ്ങളാണ് തകർത്തതെന്ന് സൈന്യം വ്യക്തമാക്കിയിട്ടുണ്ട്. നീതി നടപ്പാക്കിയെന്നായിരുന്നു എക്സിലൂടെ സൈന്യത്തിന്റെ പ്രതികരണം. ആക്രമണം ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ മാത്രമെന്ന് സേന വ്യക്തമാക്കിയിട്ടുണ്ട്. പാക് സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം ഏൽപ്പിച്ചിട്ടില്ല. ഇവിടെ നമ്മൾ പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമാണ്, സാധാരണക്കാരായ ജനങ്ങൾക്ക് ഒരു പ്രശ്നവും ഇന്ത്യ വരുത്തിയിട്ടില്ല എന്നുള്ളത്. അവർ ഇന്ത്യയിൽ കടന്നുകൂടി നിരപരാധികളായ 26 പേരെ കൊലപ്പെടുത്തിയതുപോലെ അല്ല ഇന്ത്യ തിരിച്ചടി നൽകിയത്. ഈ ലോകത്തിന് തന്നെ ഭാരമായ തീവ്രവാദികളെയാണ് ഇന്ത്യ ഒഴിവാക്കിയത്. ജെയ്ഷെ തലവൻ മൗലാന മസൂദ് അസറിന്റെ താവളത്തിന് നേരെയും ആക്രമണമുണ്ടായി. മെഹ്മൂനിലെ ഹിസ്ബുൾ മുജാഹിദീൻ കേന്ദ്രങ്ങളും തകർത്തു. പുലർച്ചെ 1:44 റഫാൽ വിമാനങ്ങളും ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ചുള്ള തിരിച്ചടി നൽകിയത്. രാജ്യത്തെ 6 ഇടങ്ങൾ ആക്രമിക്കപ്പെട്ടതായി പാകിസ്ഥാൻ സ്ഥിരീകരിച്ചു. പുലർച്ചെ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ എയർ ഇന്ത്യ, ഇൻഡിഗോ, സ്പേസ് ജെറ്റ് കമ്പനികൾ ഖത്തർ എയർവേസ് വിമാന സർവീസുകൾ റദ്ദാക്കി. നിരവധി സർവീസുകൾ വഴിതിരിച്ചുവിട്ടു. പാകിസ്ഥാനിലേക്കുള്ള വിമാന സർവീസുകൾ താൽക്കാലികമായി നിർത്തിവെച്ചു. ലേ, ജമ്മു, ശ്രീനഗർ, അമൃതസർ, ധരംശാല വിമാനത്താവളങ്ങൾ അടച്ചു. പഹൽഗാമിൽ മതം ചോദിച്ച ഹിന്ദുക്കളായ പുരുഷന്മാരെ തെരഞ്ഞുപിടിച്ചായിരുന്നു ഭീകരർ കൊലപ്പെടുത്തിയത്. തങ്ങളുടെ മതം തിരിച്ചറിയാതിരിക്കാനും ഭർത്താക്കന്മാർ കൊല്ലപ്പെടാതിരിക്കാനും സിന്ദൂരരേഖയിലെ സിന്ദൂരം മായ്ച്ച് ഭീകരരിൽ നിന്നും രക്ഷപ്പെട്ട സ്ത്രീകളുണ്ട്. കല്യാണം കഴിച്ച ഇന്ത്യൻ സ്ത്രീകളെ ആചാരപ്രകാരം സിന്ദൂരരേഖയിൽ സിന്ദൂരം അണിയാറുണ്ട്. ഭർത്താവ് മരിക്കുന്നതോടെ ആ സിന്ദൂരം മായ്ച്ചു കളയും. പിന്നീട് സ്ത്രീകൾ സിന്ദൂരം അണിയാറില്ല. പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടി നൽകുന്ന ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര് നൽകുമ്പോൾ ഇനിയൊരിക്കലും ഭീകരരുടെ കൈകളാൽ ഇന്ത്യൻ പുരുഷന്മാർ കൊല്ലപ്പെടില്ലെന്ന ഉറപ്പാകണം ഇന്ത്യൻ സൈന്യവും ഭരണകൂടവും ഭാരതത്തിലെ സ്ത്രീകൾക്ക് നൽകുന്നത്. പുൽവാമ ഭീകരാക്രമണത്തിന് ശേഷം പാകിസ്ഥാനിൽ ഇന്ത്യ സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയത് 12 ദിവസങ്ങൾക്ക് ശേഷമായിരുന്നെങ്കിൽ പഹൽഗാമിന് പകരം ചോദിക്കാൻ ഇന്ത്യ കാത്തിരുന്നത് 16 ദിവസമാണ്. 2019 ഫെബ്രുവരി 14 പുൽവാമയിൽ 40 ഇന്ത്യൻ സൈനികരെ പാക് പിന്തുണയുള്ള ഭീകരർ കൊല്ലപ്പെടുത്തിയത്. 12 ദിവസത്തിന് ശേഷം ഫെബ്രുവരി 26 പാകിസ്ഥാനിലെ ബാലക്കോട്ടിൽ ഭീകര കേന്ദ്രങ്ങളിൽ ഇന്ത്യ ബോംബിട്ടു. ഇത്തവണ പഹൽഗാം ഭീകരാക്രമണത്തിനും 16 ദിവസമാണ് ഇന്ത്യയുടെ തിരിച്ചടി. ബാലക്കോട്ടിലെ ഇന്ത്യയുടെ സർജിക്കൽ സ്ട്രൈക്ക് പുലർച്ചെ 2:45 4:05 ഇടയിലായിരുന്നു. ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയതും അർദ്ധരാത്രി തന്നെയാണ്. പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ തിരിച്ചടി നൽകിയത് മെയ് 7 പുലർച്ചെയാണ്. ഭീകരാക്രമണത്തിന് ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇന്ത്യൻ ഭരണാധികാരികൾ ആവർത്തിച്ച് വ്യക്തമാക്കിയിരുന്നു. രാജ്യത്തിനകത്തും പുറത്തും ഇതിനായി ഇന്ത്യ തയ്യാറെടുപ്പ് നടത്തുകയും ചെയ്തു. പാകിസ്ഥാനിലൂടെ പാക് അധിനിവേശ കാശ്മീരിലും ലഷ്കർ-ഇ ത്വയ്ബയുടെയും ജെയ്ഷെ മുഹമ്മദിന്റെയും ഭീകര ക്യാമ്പുകൾ ലക്ഷ്യമിട്ടാണ് സൈന്യ ആക്രമണം നടത്തിയത്. എന്തായാലും പാകിസ്ഥാന് ഇത് തിരിച്ചടികളുടെ തുടക്കം മാത്രമാണ്. കാത്തിരുന്ന് കാണാം പാകിസ്ഥാൻ നെട്ടോട്ടമോടുന്നത്. നന്ദി, നമസ്കാരം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.